സെക്രട്ടേറിയറ്റിന് മുന്നിലാണുള്ളത്. അല്പം ദൂരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF സർക്കാരിൻ്റെ വി ഡി സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനിടയിൽ ഈ റോഡിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരഗേറ്റിന് മുന്നിലെ റോഡിൽ ചില സ്ഥലം സമരവേദിയൊക്കെയാണ്. ഇവിടെ കുറച്ച് KSU പ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അരുണൊക്കെ തന്നെ ഇവിടെ റോഡിലിരിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് കയറിയില്ലേ, റോഡിൽ ഇരിക്കുകയാണോ? ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കണ്ടതിന് ശേഷം ഞങ്ങളിവിടെ വന്നതാണ്. വന്നപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം വിദ്യാർത്ഥി സമരമുഖത്ത് നിന്ന ഒരു നേതാക്കൾക്കും ഒരു പ്രവർത്തകർക്കും മറക്കാൻ സാധിക്കുന്ന സ്ഥലമല്ല. കാര്യം പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ നടത്തിയ സമരങ്ങളിൽ ഞങ്ങളുടെ ചോരത്തുള്ളി വീഴാത്ത ഒരു തരി മണ്ണ് പോലും ഈ പ്രദേശത്തെങ്ങുമില്ല. പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ മണ്ണിൽ വെച്ചാണ്. പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലാത്തി അടി മേടിച്ച ഞങ്ങളുടെ നിലവിളികൾ, ഞങ്ങളുടെ ചോരയുടെ മണം ഈ മണ്ണിലുണ്ട്. ആ ചോരയുടെ മണമുള്ള മണ്ണിൽ വിജയത്തിൻ്റെ മധുരം നുണയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഒരു പഴയ 10 വർഷത്തെ ഓർമ്മകൾ പുതുക്കുകയാണോ? 10 വർഷത്തെ ഓർമ്മയ്ക്കപ്പുറം 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മധുര പ്രതികാരമായി നമുക്കിതിനെ കാണാം. മുമ്പൊക്കെ ഇതുപോലെ വന്നിരിക്കുമ്പോൾ പോലീസ് വരും, നിങ്ങളെ ഇവിടുന്ന് ബലമായി പിടിച്ച് അറസ്റ്റൊക്കെ ചെയ്യും. ഇന്ന് പോലീസും വന്നില്ല, ഒന്നുമില്ല. സന്തോഷത്തിൻ്റെ ഇരിപ്പം കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ണിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കാതിൽ മുഴങ്ങുന്നത് ഞങ്ങളുടെ ശരീരത്ത് ഏറ്റ ലാത്തിയുടെ ശബ്ദമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മൂക്കിൽ വരുന്നത് ഞങ്ങളുടെ രക്തത്തിൻ്റെ മണമാണ്, ഞങ്ങളുടെ രക്തത്തിൻ്റെ ഗന്ധമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ ഒഴുക്കിയ ചോരത്തുള്ളികൾ, ഞങ്ങൾ നയിച്ച സമരങ്ങൾ, ആ സമരങ്ങളുടെ രക്തസാക്ഷി മണ്ഡപമാണ് ഈ സ്ഥലം. ലാത്തിയടി ഏറ്റതിന് ശേഷം ചോരയൊലിപ്പിച്ചുകൊണ്ട് ഈ ഇരിപ്പിടത്തിലാണ്, ഈ നടു റോഡിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായി ഏറെ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെയും പടം വെച്ച ഇവിടെ വന്നിരിക്കുമ്പോൾ ഏറെ അഭിമാനമാണ് ഞങ്ങൾക്ക്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ വേദനയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിജയത്തിൻ്റെ മധുര പ്രതികാരത്തിൻ്റെ രുചി നുണഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മളൊക്കെ തന്നെ നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ്. എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇങ്ങനെ പ്രവർത്തകർ കൂടിയിരിക്കും, പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സമരഗേറ്റ്. അവിടെ വെച്ചാണ് സ്വതവേ കഴിഞ്ഞ 10 വർഷക്കാലം സമരം നടത്തുന്നത്. അങ്ങനെ സമരം നടത്തി ആ പ്രവർത്തകർ ഏറ്റവും ഒടുവിൽ അറസ്റ്റൊക്കെ വരിക്കുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ എന്തായാലും അരുൺ രാജേന്ദ്രൻ നേതൃത്വത്തിൽ ഒരു വട്ടം UDF കോൺഗ്രസ്സുകാരൊക്കെ വന്നിരുന്ന പഴയ ഓർമ്മ, 10 വർഷത്തെ സമരത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. മുദ്രാവാക്യവും അവരിതിനിടയിൽ വിളിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കരൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.